നമുക്ക് ഇനി എന്നാ നോക്കാനല്ലേ, അടിച്ച് പൊളിച്ച് അങ്ങനെ ജീവിക്കാം. ഒന്നും നോക്കണ്ട. ഇനി എന്നാ പോണ്ട എന്നാ നമുക്ക് അതൊരു അത് പൊളിച്ച് നമുക്ക് പോവാം. അത് നമുക്ക് അവിടെ 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 പോയിരുന്നല്ലോ ആ സ്ഥലത്ത്. അവിടെ നല്ല സ്ഥലമാണ്, നല്ല കാറ്റും കൊണ്ട് അവിടെ നമുക്ക് ഇരിക്കാം. ഞാൻ നോക്കട്ടെ നമുക്ക് അവിടെ പോവാം. അതാ നല്ല ഏരിയ. പിന്നെ പോരെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ലേറ്റായി. ആ ലേറ്റായത് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ലേറ്റായതുകൊണ്ട് ഞാനിപ്പോൾ ഓർക്കുക അത് എത്രയോ നന്നായി. കാരണം ഇല്ല നിന്നെ എനിക്ക് കിട്ടുമോ? അപ്പം എല്ലാത്തിനെയും ഇത്. പക്ഷേ ദൈവം ഒരാളുണ്ട്, അയാൾ വിചാരിക്കും എപ്പോ ആര് എങ്ങനെയെന്നത്. ആ അങ്ങനെ ആരാ എന്താന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് എന്നെ എനിക്ക് കിട്ടിയത്. അതാണ് ഞാൻ ഓർക്കും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. നീ എന്തേ നിന്നെ ആരും പ്രേമിച്ചിട്ടില്ലേ? അതെന്തോ അതൊക്കെ പോട്ടെ. നമ്മുടെ ഈ ബന്ധം വീട്ടിൽ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? പ്രശ്നമാവോ? എനിക്ക് നിന്റെ ചേട്ടന്മാരെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാ. രണ്ടും മല്ലന്മാര്. ഒരു പ്രാവശ്യം ഞാൻ വഴി വെച്ചവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അറിയാതെ മനസ്സിന് അളിയാ അളിയാ എന്നൊക്കെ ഞാൻ വിളിച്ചു. പക്ഷെ അവരറിയുന്നില്ലല്ലോ. താൻ പറയുന്നതായിരിക്കും അംഗീകരിക്കുന്നത്. ഒരു മോളല്ലേ? ഒളിച്ചോടി എൻ്റെ കൂടെ ഒഴിവാ. സത്യം നീയിപ്പോ ഹൈവർക്കിയതല്ല. ഞാൻ ആ സുന്ദരമായ നിമിഷങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ തമ്മിലുള്ള ആ ജീവിതം, പിന്നെ നമ്മൾ തമ്മിലുള്ള കുട്ടികൾ എനിക്ക് കണ്ടാൽ മതി. ഒരാണും ഒരു കുട്ടിയാ എനിക്ക് പോരാ. എന്റെ സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു ഡസനാണ്. പക്ഷെ രണ്ടാമത് ആൺകുട്ടി ആയിരിക്കണം. അപ്പോ ഞാൻ എന്റെ ആഗ്രഹം നാം രണ്ടെന്നാണ് ശാസ്ത്രം. എന്തായാലും ആകട്ടെ, എല്ലാം എൻ്റെ സുന്ദരിക്കുട്ടിയുടെ ആഗ്രഹത്തിന് വിട്ടു തന്നിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ പരിപാടി? നമുക്ക് ഒരു സിനിമയ്ക്ക് പോയാലോ? ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത്, ഇപ്പോൾ നമുക്ക് വെറുതെ നടന്നാലോ?
എന്താ രസമല്ലേ കാണാനൊക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റിന് പോകാം. പണ്ട് ഞങ്ങളില്ല അപ്പൊ ഇങ്ങനെ പോകും. അത് ഒരു ദിവസം ഞാനത് പഠിച്ചു. വേണോട്ടോ ഞങ്ങളോടാണോ? ഞങ്ങളോടാ എന്താന്ന് നോക്കട്ടെ. എവിടെ നിന്ന് വന്നേക്കാന്നാവോ രണ്ടെണ്ണോ കൂടി ഒഴിച്ചോടി വന്നാണോ? പരിപാടി ചോദിക്കട്ടെ. രണ്ടെണ്ണോ ഒഴിച്ചോടി വന്നാണോ? ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. ഞാൻ മാറിയിട്ടാ കാര്യം എന്താന്ന് നിങ്ങൾ മാറിയിട്ടാ ചോദിക്കട്ടെ. നിങ്ങൾ കുറെ നേരം എല്ലാ കാട്ടിക്കേറി കൊള്ളാൻ നിൽക്കണത്. നിങ്ങൾക്ക് വല്ല ആധാർ കാർഡോ വല്ല രേഖകളോ ഉണ്ടാകാന്ന് പറയുന്നത് ആദ്യം ഭർത്താവാന്ന് കണ്ടത്. കല്യാണത്തിനേക്കാ വല്ല രേഖകളോ വല്ല ഉണ്ടാ? പക്ഷെ അത് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുമോ? കൊണ്ടു നടക്കാൻ പറ്റില്ല. എന്നാലും അത് എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫി കോപ്പിയൊന്നും എടുക്കടാ. ഞാൻ ഒന്നും നിൽക്കുന്നില്ല. പല പ്രശ്നങ്ങൾ നടക്കണോണ്ടാണ് ഈ കാര്യങ്ങൾ ചോദിച്ചത്. മോളിൽ നിന്ന് രണ്ടെണ്ണം ചാടിക്കടു ഭയങ്കര പ്രശ്നമായി. അത് കഴിഞ്ഞ് വേറെ ഒന്നും വന്നിട്ട് അങ്ങനെ ഇവിടെ പലതും നടക്കണോണ്ടാണ് ഈ ചോദിക്കണത്. നിങ്ങൾ കല്യാണം കഴിച്ചത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അതെ, ഇവിടെ പല പരിപാടികൾ. ഇവിടെ രണ്ടെണ്ണം ഇന്നലെയും കൂടി വന്നിരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ തന്നെ പ്രശ്നമായി. ലാസ്റ്റ് പ്രശ്നമായി കഴിഞ്ഞിട്ട് പോലീസുകാർ വന്ന് അവരെ പോലീസുകാർ കൊണ്ടുപോയി. അത്രയും പ്രശ്നമായിരുന്നു ഇവിടെ. ഞങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലാസ്റ്റ് വന്നപ്പോ അവര് ഭാര്യയും ഭർത്താവുമല്ല. അതുകൊണ്ടുണ്ടല്ലോ, അതാണ് ഇത്രയും പ്രശ്നം പറയണത്. ഞങ്ങള് ഭാര്യയും ഭർത്താക്കന്മാർ തന്നെയാ. ഭാര്യയും ഭർത്താവാണെന്ന് നിങ്ങൾ പറയണത്. ഞങ്ങള് വല്ല ദ്രോഹം ഉണ്ടാക്കാൻ വന്നതാണോ? ഒരു ദ്രോഹം ഉണ്ടാക്കാൻ എനിക്ക് മനസ്സിലാകണില്ല ഇത്. ചേച്ചി, ഞങ്ങൾ ഇത് ഒന്നിനും വന്നതല്ല. എനിക്കറിയില്ല. എനിക്കറിയില്ല. അത് കൊള്ളാം. എനിക്കറിയില്ല. അറിയില്ല. നിങ്ങൾ ആരാന്ന് എനിക്കറിയാം. കൊള്ളാം. പറഞ്ഞിരിക്കലോ തരം മാറില്ല. കൊള്ളാം. ഭാര്യയും ഭർത്താവിനും അറിയില്ല, കൊച്ചിനും അറിയില്ല. അപ്പൊ ഇതാരാണ്? ഇവരാരൊക്കെയാണ്? എനിക്കറിയത്തില്ല. മമ്മീനെ വിളിക്കണ ഭാര്യയാണെന്ന് പറയണത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ സംഭവങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ ചാടിക്കടിക്കണായിരുന്നല്ലോ എന്നോടത്. ഇപ്പൊ കള്ളത്തരമൊക്കെ പൊളിഞ്ഞാ? ചേച്ചി, എനിക്ക് ആരാന്ന് അറിയത്തില്ല. അതെങ്ങനെ മമ്മീന്ന് വിളിക്കണ കെട്ടിയാനാണെന്ന് ഭാര്യയാണെന്നും പറഞ്ഞു? ഭർത്താവ് എന്നൊക്കെ വന്ന് പറയുമ്പോ ഉടനെ നമുക്ക് പറയാൻ പറ്റുമോ? അതെന്താ പറയാൻ പറ്റാത്തത്? എങ്ങോരോ അറിയാനോ ഇവരാരെന്ന് എനിക്ക് അറിയില്ല. അല്ല, ഈ കുഞ്ഞു വന്നിട്ട് മമ്മി മമ്മീന്ന് വിളിക്കുമ്പോ അറിയത്തില്ല. നീ ഏതാ? കൊറേ നാളായിട്ട് നിന്നെ മാറ്റി. ഇന്നാണ് എനിക്ക് നീയാണല്ലോ ഇവിടെ കൊണ്ടുവരുന്നത്.